വീട്ടുകാർക്ക് മക്കളെ കുറിച്ച് പല പ്രതീക്ഷകളും ഉണ്ടാകും. കാരണം വീട്ടുകാരുടെ ഈ പ്രശ്നത്തിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പുള്ളിയുടെ ആ ഒരു ഇത് പറയുകയാണെങ്കില് പുള്ളിയെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പുള്ളിക്ക് വീട്ടുകാരുടെ പ്രതീക്ഷകളെക്കാളും വലുത് പുള്ളിയുടെ ജീവിതമാണ് അല്ലേ? പുള്ളിയുടെ ജീവിതമാണ് ഏറ്റവും വലുത്. പുള്ളിക്ക് വീട്ടുകാരെ ഒരുമാതിരി വിഷമിപ്പിക്കാൻ വയ്യ. അതെ, വീട്ടുകാരെ വിഷമിപ്പിക്കാൻ വയ്യ. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയാം, എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നാലും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ആകും എന്നാണ് പ്രതീക്ഷ. സുഹൃത്തുക്കളെ, വേറെ ക്വസ്റ്റ്യൻ. ഞാൻ ഇന്റർവ്യൂർ ആണ് നിങ്ങളുടെ. പക്ഷെ നിങ്ങളുടെ ഞാൻ എന്റെ മുഖം കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഹൈഡ് ചെയ്യുവാണ്. എന്റെ ശബ്ദം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വൃത്തിയുടെ മുഖമൊന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പല ചാനലുകളിലും വർക്ക് ചെയ്യുന്ന കാരണം ഈ ഒരു ചെറിയ ഫംഗ്ഷൻ എന്റെ ഇമേജിനെ ബാധിക്കുന്നുണ്ട്. ഞാൻ BBC അങ്ങനെയുള്ള പ്രമുഖ ചാനലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം പിന്നെ അതുകൊണ്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. അതായത് ഇപ്പൊ നിങ്ങള് ശരിക്കും പ്രണയത്തെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണോ? പ്രണയത്തെ ഇഷ്ടപ്പെടുകയാണെന്ന് ചോദിച്ചാൽ മനുഷ്യനായി ജനിച്ചിട്ടുള്ള ഒരാളെ ഞാനൊരു കാര്യം പറയട്ടെ, അറിയാവുന്നവര് സംസാരിക്കട്ടെ. അതായത് ഈ പ്രണയത്തെ ഇഷ്ടപ്പെടാത്ത മനുഷ്യരുണ്ടോ? വാക്കുകൾ, നമ്മളുടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ വളരെ 15 മിനിറ്റുള്ള ഇന്റർവ്യൂ ആണ്. വാക്കുകൾ ചുരുക്കത്തിൽ വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രണയിച്ചിട്ടില്ലാത്ത മനുഷ്യരില്ല. മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എപ്പോഴും ഒരു തവണ പ്രണയിച്ചിട്ടുണ്ടാവും. അതൊരു പക്ഷേ അത് മറ്റൊരാളോട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ മറ്റൊരാളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അയാള് പ്രണയിക്കാതിരിക്കുന്നില്ല. ഓക്കെ, ബൈ ദ ബൈ, നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ എന്റെ ഒരു സുഹൃത്തിനെ പറ്റിയ ആവത്തു ഞാനിപ്പോ നിങ്ങളോട് വളരെ ചുരുക്കത്തിൽ പറയാം. അതായത് എന്റെ സുഹൃത്ത് ഒരു ദുസ്വഭാവങ്ങളും ഇല്ലാത്ത സദ്ഗുണസമ്പന്നനായ അല്ലല്ല, അദ്ദേഹം ശരിക്കും ആലപ്പുഴക്കാരനാണ്, വളരെ നല്ല സ്വഭാവക്കാരനാണ്. ഷിബു അല്ല, ഞാൻ പറയട്ടെ, അദ്ദേഹം എന്റെ സുഹൃത്താണ്. ഇപ്പൊ അദ്ദേഹം ഇംഗ്ലണ്ടിൽ എവിടെയോ ഉണ്ട്. അപ്പം അദ്ദേഹത്തിനെ പറ്റിയ ആവത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സദ്ഗുണസമ്പന്നനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഒരു കാര്യങ്ങൾക്കൊന്നും പോയിട്ടൊന്നുമില്ല, ഇതുവരെ നന്നായിട്ട് ജീവിച്ചു അദ്ദേഹം. പക്ഷെ ഒത്തിരി പ്രപ്പോസലുകൾ വന്നു. അവസാനം പല പ്രപ്പോസലുകളിലും അയാൾക്ക് ഇഷ്ടപ്പെടാതായി. ലാസ്റ്റ് വീട്ടുകാർ പല പ്രപ്പോസലൊക്കെ ആലോചിച്ച് അതൊക്കെ വേണ്ടെന്ന് വെച്ച് ലാസ്റ്റ് അയാൾ എന്റെ പ്രപ്പോസൽ കണ്ടുപിടിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടുകാർ ശക്തമായ എതിർപ്പ്. പെണ്ണിന്റെ പ്രായം കൂടുതലാണെന്ന് അവർ പറയുന്നു. പക്ഷെ അവരൊന്നിച്ചല്ലേ ജീവിക്കേണ്ടത് ശരിക്കും പറയാം. പെണ്ണായി കഴിഞ്ഞാൽ എപ്പോഴായാലും പ്രായം കൂടും. അതിപ്പോ പെണ്ണായിരുന്നാലും ആണായിരുന്നാലും പ്രായം കൂടും. ഒരു വർഷം ഒരു വയസ്സെങ്കിലും കൂടും, പ്രായം കൂടും. എന്റെ ഒരു അഭിപ്രായത്തിൽ 5 വയസ്സ് കുറഞ്ഞിരിക്കുന്നത് എപ്പോഴും പെൺകുട്ടികൾക്ക് നല്ലത്. കാര്യങ്ങൾ അത് 5 വർഷം മുമ്പ് കുറവായിരുന്നു. 5 വർഷം മുമ്പ് കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ അവര് അല്ല, എന്റെ അഭിപ്രായത്തില് നമ്മളുടെ ഏജുകൾ ഈക്വൽ ആണെങ്കിൽ അല്ല, ഇത് ഞാൻ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രായം 1-2 വയസ്സുകൾ കൂടി കുറഞ്ഞിരുന്നുള്ള ഗുണം നമ്മുടെ ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഏകദേശം മെച്യൂർഡ് ആയിരിക്കും. അപ്പൊ നമ്മുടെ വയസ്സ് 3 കൂടുവാണ്. അപ്പൊ നമ്മുടെ വയസ്സ് കൂടുവാണ്. അപ്പൊ നമ്മുടെ വയസ്സ് കൂടുവല്ലേ? ആ കുട്ടിക്ക് 3 വയസ്സ് കൂടുമ്പോ ആ പയ്യന്റെ 3 വയസ്സ് കൂടുവാണ്. തുറന്നു പറയുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് ഈ കാര്യങ്ങളിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ താല്പര്യം കുറഞ്ഞു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് കാര്യം? ഞാൻ അറിഞ്ഞത് നിങ്ങൾ ഇംഗ്ലണ്ടിൽ വന്ന് ഡെയിലി 30 രൂപ മുടക്കി എവിടെയോ പക്ക് ചെയ്യാൻ പോകുന്ന അറിയാം. നാട്ടിലെ പെൺകുട്ടികളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ശരിക്കും പറഞ്ഞ നമ്മളുടെ സംവാദം ഇനി വെറും 1 മിനിറ്റ് 2 സെക്കൻഡിൽ അവസാനിക്കണം. അല്ലെങ്കിൽ നമുക്കിത് അവസാനിപ്പിക്കാൻ പറ്റില്ല. ആധികാരികമായി പറയാം, ഈ ആധികാരികമായ വിഷയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ആരും തെറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ തെറ്റ് ചെയ്ത ആ പയ്യന്റെ വീട്ടുകാരാണ്. അവര് നേരത്തിനും കാലത്തിനും ആ പയ്യനെ കല്യാണം കഴിപ്പിച്ചായിരിക്കും. അത് സത്യമാണ്. പക്ഷേ മനസ്സിലായില്ലേ? അപ്പൊ അവര് നേരെ സമയത്തിന് ആ പയ്യനെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പയ്യനിങ്ങനെ ചൂസ് ചെയ്യേണ്ട അവസരം ഉണ്ടാവില്ലായിരുന്നു. മനസ്സിലായില്ലേ? അത് ശരിയെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ചുരുക്കി പറയാൻ ഞാൻ അവസാനമായിട്ട് അവസാനമായിട്ടൊരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്ക് വേണം ഉത്തരം പറയാം. അത് നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. അവരൊന്നിക്കുമോ അതോ അവര് വേറെ പിരിയുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എത്ര നാളിനകത്ത്?
അല്ല എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? അവരൊന്നിച്ച് ഇപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടുകാരെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു വിവരണം അറിയാൻ നമ്മൾ അവരൊന്നിക്കോ ഇല്ലയോ എന്ന് പറയാൻ കഴിയും. ഇന്റർവ്യൂർ എത്ര അതിനെ കുറിച്ച് എന്തെങ്കിലും. ശരി, ഞാൻ നിങ്ങളുടെ എല്ലാ ഞാനൊരു കാര്യം പറയട്ടെ, ഇവരൊന്നിച്ചാലും ഇല്ലെങ്കിലും ഒരു 5 വർഷം കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഈ വ്യക്തിയും താങ്കളുടെ അഭിപ്രായം ഇരിക്കട്ടെ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ 3-4 മക്കളുമായിട്ട് ഈ ഇവരുടെ എല്ലാവരുടെ ഫാമിലിയായിട്ട് ഒരുമിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് ഒരു 5 വർഷം കാണാൻ സാധിക്കും. ഓക്കെ, വിഷ് ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ നല്ല മനസ്സിലുണ്ടാവും. ഞാനൊരു ഡയലോഗ് കൂടെ പറഞ്ഞോട്ടെ. അതായത് ഏകദേശം ആ വ്യക്തിക്ക് 10-30 വയസ്സാവല്ലേ, 30 വയസ്സ് വരെ ഈ എന്തൊക്കെ തെറ്റ് ചെയ്താലും, മകൻ എന്തൊക്കെ തെറ്റ് ചെയ്ത് ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നാലും, പയ്യൻ എന്തൊക്കെ തെറ്റ് ചെയ്ത് ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നാലും, മനസ്സിലായല്ലേ, അവൻ തെറ്റ് ചെയ്തിട്ടാണെങ്കിലും ഒരു പെൺകുട്ടിയെ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ വീട്ടുകാരെ ധിക്കരിച്ചുകൊണ്ട് അവൻ ഒരു പെൺകുട്ടിയെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നാലും വീട്ടുകാർ കുറെ നാളത്തേക്ക് പിണങ്ങിയിരുന്നാലും സ്വാഭാവികമായിട്ട് 1 വർഷം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാകും. ആരും ശ്രദ്ധിക്കുന്നില്ല, മനസ്സിലായല്ലേ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ 30 വയസ്സ് വരെ ഒരുമിച്ച് ജീവിച്ചു പാരന്റ്സ് മകനെ അത്രയധികം സ്നേഹിച്ചിരുന്നുവെങ്കിൽ ആ മകൻ ചെയ്ത ഒരു തെറ്റിനെ അവര് ക്ഷമിക്കും. മനസ്സിലായല്ലേ. അതാണ് ആ പെൺകുട്ടി കഴക്കൂട്ടത്തിൽ നിന്നാണ്, കഴക്കൂട്ടത്താണ് താമസിക്കുന്നത്. കഴക്കൂട്ടത്തുള്ള